നമസ്കാരം. അധികം പേർ വായിച്ചിരിക്കാനിടയില്ലാത്ത ഒരു പുസ്തകമുണ്ട്, എ വേസ്റ്റഡ് ഡെത്ത്. അതുപോലെ എനിക്കൊരു പുസ്തകം എഴുതണമെന്നുണ്ട്, എ വേസ്റ്റഡ് ലൈഫ്. സേലിംഗമിട്ടറി ആരംഭിക്കുന്നു. ജേർണലിസത്തിന്റെ തുടക്കകാലം ദൂരദർശൻ വിട്ട് ഫ്രീലാൻസ് ജോലി തുടങ്ങിയ കാലത്ത് NDTVയുടെ റിപ്പോർട്ടറായിട്ട് കുറച്ചു നാള് ഒരു ചെറിയ ഇടവേള ഡൽഹി NDTVയുടെ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ആ സമയത്തായിരുന്നു ശ്രീ രാജൻ പിള്ള, അറിയാമല്ലോ, ബിസ്ക്കറ്റ് രാജാവ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും അദ്ദേഹത്തെ ഫോളോ ചെയ്യുക, അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാതെ അറസ്റ്റ് വരും എന്നൊക്കെയുള്ള കഥകൾ, റിപ്പോർട്ടുകൾ കേട്ടുകൊണ്ടിരുന്ന കാലത്ത് ഡൽഹിയിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടു, രാജൻ പിള്ള കേരളത്തിലുണ്ട്, എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് എടുക്കണം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കൊച്ചിയിൽ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാറെടുത്ത് നേരെ കൊച്ചിയിലോട്ട് പോയി, അദ്ദേഹത്തെ കാണാൻ പോയി. ഒരു വക്കീൽ ഓഫീസിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ഒരു കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല. കാത്തുകാത്തിരുന്ന മടുത്ത അവസാനം അദ്ദേഹത്തിന് പിടികിട്ടി, ഞങ്ങൾ ഇങ്ങനെ TV സംഘം പുറത്തിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ രക്ഷപ്പെടാനായിരിക്കും അദ്ദേഹം പുറത്തിറങ്ങാതിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ഓൾ ഓഫ് എ സഡൻ ഇറങ്ങി ഓടി ഒരു കാറിനകത്തോട്ട് കയറി. അതിന്റെ പിന്നാലെ ഞങ്ങൾ ഓടി ചെന്നിട്ടും ഞങ്ങൾക്ക് അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞില്ല. പിടികൂടാനെന്ന് പറയുന്നത് ശരിയല്ല, ഒരു അഭിമുഖം എടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കടന്നു കളഞ്ഞു. പിന്നീട് 3, 4, 5 മാസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് തിഹാർ ജയിലിൽ വെച്ച് മരണപ്പെട്ട ശ്രീ രാജൻ പിള്ളയെ കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അനുജനാണെന്ന് തോന്നുന്നു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ വേസ്റ്റഡ് ഡെത്ത്, പാഴായിപ്പോയ ഒരു മരണം. അതുപോലെ ആ പുസ്തകം, ആ ടൈറ്റിൽ എനിക്ക് ഓർമ്മ വരുന്നത്, എന്റെ ജീവിതവും ഇങ്ങനെ പാഴായി പോയതാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. ഒരു തുറമുഖത്തിന്റെ അസ്ഥികഷണം നമുക്ക് ലഭിച്ചിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ കേരളത്തിന്റെ എല്ലാ സാധ്യതകളെയും പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു ജീവിതം തന്നെ പാഴായിപ്പോയി എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ വർഷം പ്രിസൈസ്ലി മാർച്ച് 12, 13 ഒരു കലണ്ടർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ, അല്ലെങ്കിൽ സർക്കാരിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ കിങ്കരന്മാർ. ദ ഫസ്റ്റ് ഗ്ലോബൽ ഹൈഡ്രജൻ ആൻഡ് റിന്യൂവബിൾ എനർജി സമ്മിറ്റ് 12-13-2025 അറ്റ് കൊച്ചി. കഴിഞ്ഞ വർഷം ഇതേപോലെ മാർച്ച് 12, 13 തീയതികളിൽ കൊച്ചിയിൽ വെച്ച് ദ ഫസ്റ്റ് ഗ്ലോബൽ ഹൈഡ്രജൻ ആൻഡ് റിന്യൂവബിൾ എനർജി സമ്മിറ്റ് കൃത്യം അടുത്ത വർഷം തിരുവനന്തപുരത്ത് വെച്ച് വീതം വെച്ചെടുക്കുകയാണ്. കോവളത്ത് വെച്ച് നടത്താൻ അന്നേ തീരുമാനിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്, ഇതൊരു കലണ്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറെ ബഡ്ജറ്റിൽ കുറച്ച് പൈസ മാറ്റിവെക്കും, ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന IAS ഉദ്യോഗസ്ഥരുടെ സുഹൃത്തുക്കൾ ഡൽഹിയിൽ ഇരിക്കുന്നവരും ബോംബെയിൽ ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു സുഖവാസത്തിന് വേണ്ടി ഒരു സെമിനാർ സംഘടിപ്പിക്കും. വിമാനത്തിൽ വരാം, 7 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കാം, അടിച്ചു പൊളിച്ച് 2, 3 ദിവസം ഇവിടെ ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു പോകാം. പാവപ്പെട്ടവന്റെ നികുതി പണം എടുത്ത് ദീപാവലി കളിക്കുന്ന, പറയാൻ കാരണം കഴിഞ്ഞ വർഷം ഇത് നടത്തിയിട്ട് എന്തു സംഭവിച്ചു? ആ സമയത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്: ദി കൺസെപ്ച്വലൈസേഷൻ ഓഫ് ഹൈഡ്രജൻ വാലീസ് ഇൻ കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം ടു ഇന്റഗ്രേറ്റ് പ്രൊഡക്ഷൻ ആൻഡ് എൻഡ് യൂസ്. മാങ്ങാത്തുലിയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഒരു വർഷം കൊണ്ട് ട്രിവാൻഡ്രവും കൊച്ചിയിലും ഹൈഡ്രജൻ വാലി സൃഷ്ടിക്കുമെന്നാണ് തീരുമാനം കഴിഞ്ഞ സമ്മേളനത്തിൽ. എ 4-way MOU ബിറ്റ്വീൻ ബ്ലൂ ജെ എയ്റോ, അനർട്ട്, BPCL ആൻഡ് CIAL ടു ഡെവലപ്പ് ഹൈഡ്രജൻ ബേസ്ഡ് ഏവിയേഷൻ ഇക്കോസിസ്റ്റം. നിങ്ങൾ ഡെവലപ്പ് ചെയ്ത ഏവിയേഷൻ ഇക്കോസിസ്റ്റം കൊടുക്കുക. പകരം ഇപ്പൊ എന്തിനാണ് നിങ്ങൾ ക്രൂഡ് ഓയിലിന്റെ പിന്നാലെ പോകുന്നത്? ജെറ്റ് ഫ്യൂവലിന്റെ പിന്നാലെ എന്തിനാണ് പോകുന്നത്? നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഫ്യൂവൽ നിങ്ങൾ കൊടുക്കുക. CIAL വഴിയും ട്രിവാൻഡ്രം എയർപോർട്ട് വഴിയും കണ്ണൂരും കോഴിക്കോടും വഴിയൊക്കെ നിങ്ങൾ കൊടുക്കുക. കാശിന്റെ പണി ചെയ്യാതെ വീണ്ടും അതേ പേരിൽ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ മെലിഞ്ഞാന്നുമായിട്ട് കോവളത്ത്. ഇത് പറയാൻ കാരണം, ഈ മെത്തനോൾ എന്ന് പറയുന്ന ബദൽ ഇന്ധനം ഇവിടെ എന്താണ്? ഗ്രീൻ ഹൈഡ്രജൻ ആണ്, ഗ്ലോബൽ ഹൈഡ്രജൻ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ്. കപ്പലിൽ മെത്തനോൾ
ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ കൊണ്ടുവരികയും കൊടുക്കുകയും കച്ചവടവും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നാവികൻ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സെമിനാർ കണ്ടപ്പോൾ അദ്ദേഹം ഒരു 2-3 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് പങ്കെടുക്കണം, എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഇതിനകത്ത് പോകണം, കാര്യങ്ങൾ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. പാവ ആ മനുഷ്യൻ പോയി. ഒഗാൻ വിൻസെന്റ്, നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒഗാൻ വിൻസെന്റിനെ കുറിച്ച്. അവിടെ പോയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് അവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. മെത്തനോൾ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും മനസ്സിലാവുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഹൈഡ്രജൻ എന്ന് പറയുന്ന എന്തോ ഒരു അജണ്ട ഉള്ളതുപോലെ. ആസ് ഷോർട്ട് ആസ് യു നോ, ഐ ഹാവ് ദി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് മെത്തനോൾ ആൻഡ് അമോണിയ. മെത്തനോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ്. കപ്പലിൽ എഞ്ചിൻ ഫ്യൂവലായിട്ടും അല്ലാതെയും അദ്ദേഹം സഞ്ചരിക്കുന്ന കപ്പലിൽ തന്നെ ഉപയോഗിക്കുന്ന മെത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവലാണ്. അങ്ങനെ മെത്തനോൾ എന്ന് പറയുന്നത് അരച്ച് കലക്കി കുടിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ പോലും നിലവിൽ ലോകത്തിലെ വിഷയം കൈകാര്യം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നെഞ്ച് നിവർത്തി നിന്ന് 2 വർത്തമാനം പറയാൻ കഴിയുന്ന വിൻസെന്റ് അവിടെ പോയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ്, സാർ ഇവിടെ മുഴുവൻ ഒരുതരം ഉഡായിപ്പ് പരിപാടികളാണ്, സുഡാപ്പി എന്നൊക്കെ പറയുന്നത് പോലുള്ള ചില പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഒന്നും ആർക്കും ഈ മെത്തനോൾ എന്താണെന്ന് പോലും ഇതുവരെ പിടികിട്ടുന്നില്ല. മെത്തനോളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഒരു പുച്ഛം എന്നുള്ള നിലവാരത്തിൽ സംസാരിച്ചു. ഒരു പ്രത്യേക അജണ്ട പോലെ തോന്നുന്നില്ല. മെത്തനോളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. മെത്തനോൾ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ വെരി വയബിൾ സൊല്യൂഷൻ കമ്പയർഡ് വിത്ത് അതർ ഗ്രീൻ ഫ്യൂവൽസ്. സ്റ്റിൽ ഇൻ ഓൾ ആസ്പെക്ട്സ് മെത്തനോൾ ഇസ് ദി വിന്നർ. വിൻസെന്റ് പറയാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, സ്റ്റിൽ ഇൻ ഓൾ ആസ്പെക്ട്സ് മെത്തനോൾ ഇസ് ദ വിന്നർ, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദ ഹൈഡ്രജൻ ഹൈ. മെത്തനോൾ എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു ഇന്ധനം ലോകം മുഴുവൻ ഉൽപാദനവും വിതരണവും കപ്പലോട്ടവും ഒക്കെ നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന ഒരാൾക്ക് പോലും, ഞാൻ അവസാനം കണക്ക് പറയാം, ലോകത്തിപ്പോ 58 കപ്പലുകൾ ഓടുന്നുണ്ട്, 320 കപ്പലുകൾ നിർമ്മാണത്തിലാണ്. ഇങ്ങനെയുള്ള ഒരു ഇന്ധനം, ഇങ്ങനെയുള്ള ഒരു ഇന്ധനത്തെ കുറിച്ച് സെമിനാർ നടത്തി ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ, റിന്യൂവബിൾ എനർജിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നവർക്ക് മെത്തനോൾ പോയിട്ട് എന്താണെന്ന് പോലും, ആട് വിളിക്കുന്നതാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അദ്ദേഹം കപ്പൽ നിർമ്മിക്കുന്ന, കപ്പൽ ഉണ്ടാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവിടെ വെച്ച് പരിചയപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ചുക്കാണോ ചുണ്ണാമ്പാണെന്നോ? വിൻസെന്റ് തന്നെ പറയും. സത്യം പറഞ്ഞാൽ ആളുകൾക്ക് അറിയത്തില്ല, അതാണ് മെയിൻ. അതിന്റെ പിന്നിൽ ആരും അറിയണ്ടെന്നുള്ള അജണ്ടയാണോ അറിയത്തില്ല. അവർ മെയിനായിട്ട് ഈ ഹൈഡ്രജന്റെ കാര്യം പറഞ്ഞിട്ട് പറയുന്നത്, ഹൈഡ്രജൻ ഇപ്പോൾ ഉള്ള ഗ്രീൻ ഫ്യൂവലിൽ നല്ലതാണ്, പക്ഷേ ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജിനും അതൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു വലിയൊരു കാപ്പക്സിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ടെക്നോളജി വരും, പിന്നെ ഹൈഡ്രജന്റെ പമ്പിന്റെ വില കൂടുതലാണ്. പക്ഷേ ഇവർ മെത്തനോളിലേക്ക് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്ത് ചിന്തിക്കുന്നില്ല എന്നുള്ളത് അറിയുന്നില്ല. പുള്ളിയോട് ഞാൻ ഒത്തിരി സംസാരിച്ചു. പുള്ളിക്ക് അത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, അവെയറല്ല. പുള്ളിയോട് ഞാൻ നല്ലോണം സംസാരിച്ചു. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആയാലും സ്റ്റോറേജ് ആയാലും ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി കൺസേൺ ആയാലും മെത്തനോൾ ഈസ് മോർ വയബിൾ ദാൻ അമോണിയ ആൻഡ് ഹൈഡ്രജൻ. പുള്ളിയോട് പറഞ്ഞപ്പോൾ കുറച്ച് മനസ്സിലായി. ഓക്കെ, വി വിൽ പുള്ളി റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അറിയത്തില്ല എന്നുള്ളൊരു കൺസേൺ ആണെന്ന് തോന്നുന്നു ഇവർക്ക് ആർക്കും. എന്തിനാണ് ഇങ്ങനെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ പണം എടുത്ത് നിങ്ങൾ ഈ കൊള്ള ചെയ്യുന്നത്? ഈ കൊള്ള നടത്തിയവരെല്ലാം അത് അനുഭവിച്ചിട്ടേ പോയിട്ടുണ്ട്. പട്ടിണി കിടക്കുന്ന ജനം, ഒരു ചായ കുടിക്കാൻ പോലും പൈസയില്ലാത്ത ജനം, ആ ജനത്തിന്റെ നികുതി പണം എടുത്ത് മൃഷ്ടാന്ന ഭോജനം നടത്തി 7 സ്റ്റാർ ഹോട്ടലില് അടിച്ചു പൊളിച്ച് ഇറങ്ങി പോകുമ്പോൾ അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ ഇവിടുത്തെ ഭരണകൂടത്തിനും? അതിനെ നയിക്കുന്ന, ഞാൻ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, അവിടെ അവസാനം എഴുതി കാണിക്കുകയാണ്, ഒരു ക്യാപ്ഷൻ എഴുതി കാണിക്കുകയാണ്, ദി കേരള അഡ്വാൻറ്റേജ് 32.4 മില്യൺ മെട്രിക് ടൺ ഓഫ് ബീച്ച് സാൻഡ് മിനറൽസ്. ഇവിടെ റിന്യൂവബിൾ എനർജിയെ കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ റിന്യൂ ചെയ്ത് എടുക്കാവുന്നതാണല്ലോ, അതുകൊണ്ടായിരിക്കാം. 1.9 മില്യൺ മെട്രിക് ടൺ ഓഫ് മോണോസൈറ്റ്. എന്റെ ചങ്ങാതിമാരെ, 30 വർഷം മുമ്പ് ഈ കണക്ക് വെണ്ടയ്ക്ക നിരത്തുന്നത് പോലെ അച്ചടിച്ച് മാസി ഇറക്കിയ ആളാണ് ഞാൻ. ഈ 30 വർഷം കഴിഞ്ഞിട്ട് ഈ കണക്കിനപ്പുറം പോകാൻ ഇവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനോ ഒരു രാഷ്ട്രീയക്കാരനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് കേരളത്തിന്റെ ഗതികേട്. പിന്നെ ഈ KMML ടൈറ്റാനിയം എന്ന് പറയുന്നത് രാജാവിന്റെ കാലത്ത് FX പെരേര എന്ന് പറയുന്ന മനുഷ്യനാണ് KMML സൃഷ്ടിച്ചത് 1932 രാജാവിന്റെ കാലത്ത്. ടൈറ്റാനിയം അതുപോലെ രാജാവ്, തിരുവിതാംകൂർ രാജാവ് സർ CP
നിർമ്മിച്ച ഉൽപാദനം തുടങ്ങിയ ഫാക്ടറി. അതിനപ്പുറം പോകാൻ കേരളത്തിൽ ഈ പറയുന്ന 32.4 മില്യൺ മെട്രിക് ടൺ ഓഫ് ബീച്ച് ആൻഡ് മിനറൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴും നിങ്ങൾ അതിന്റെ പേരിൽ പുട്ടടിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? 30 വർഷം മുമ്പ് ഞാൻ എഴുതിയതാണ് ഈ കണക്ക്. കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കൊല്ലത്തെയും ആലപ്പുഴയിലെയും കരിമണലിന്റെ കണക്ക് ഞാൻ എഴുതിയതാണ്. നിങ്ങൾ ഇപ്പോഴും അത് പരാന്ന ഭോജികളായി ജീവിക്കുവാനുള്ള ഒരു വസ്തുവായി മാത്രം കണ്ടുകൊണ്ട് ഈ നാടിനെ പാതാളത്തെ തുറമുഖത്തിന്റെ വാതിക്കലുള്ള പാതാളക്കുഴിയുണ്ടല്ലോ, അതുപോലുള്ളൊരു കുഴിയിൽ ഈ നാടിനെ നിങ്ങൾ ചവിട്ടി താഴ്ത്തുകയാണ്. മാവേലി അല്ല ചവിട്ടുന്നത്, നിങ്ങളാണ് ചവിട്ടി ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒരു വേസ്റ്റഡ് ലൈഫ് എന്നുള്ളൊരു പുസ്തകം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ ചില രജതരേഖകളുണ്ട് എന്ന് പറയുവാൻ കൊല്ലം ഉളിയാക്കോവിൽ ശ്രീ മോഹൻകുമാറിന്റെ നിത്യപ്രഭാ നഗർ, അവിടെ നിന്നുള്ള കുട്ടികളും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മേയറിനും കൊല്ലം മേയറിനായിരിക്കും കത്തുകൾ അയക്കുന്നു മെത്തനോൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും ഒരു കാലത്ത് ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും എന്ന് മാത്രമാണ് സമീപകാല സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.